ഹായ് ഹണി ബീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോം ബ്രേക്ക്ഫാസ്റ്റ് സീരീസിന്റെ ഡേ 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോം ബ്രേക്ക്ഫാസ്റ്റ് സീരീസിന്റെ ഈ 3-ാം ദിവസം വളരെ രുചിയോടുകൂടി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടാന്നറിയോ? ഒരു അടിപൊളി പൂരി മസാലയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറിയും എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ പൂരിയുടെ ഡൗ തയ്യാറാക്കി മാറ്റി വെക്കാവേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള എണ്ണയൊന്നും അധികം കുടിക്കാത്ത പൂരി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിൽ 250 ഗ്രാം ആട്ടപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദമാവും 2 ടേബിൾ സ്പൂൺ വറക്കാത്ത റവയും നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാര ഇവയെല്ലാം കൂടി ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ അല്പം ഒഴിച്ചു കൊടുത്തിട്ടാവണം മാവ് പാകപ്പെടുത്തി എടുക്കേണ്ടതേ. നല്ലോണം കുഴച്ചെടുത്ത മാവില് 2 ടേബിൾ സ്പൂൺ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഒരു എണ്ണ ഒഴിച്ച് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. തുടർന്ന് ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു റെസ്റ്റിംഗ് പീരീഡില് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാൻ സാധിക്കുന്ന അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി മസാലക്കറി തയ്യാറാക്കിയെടുക്കാം. 20 മിനിറ്റിനുള്ളിൽ മസാലക്കറി തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തേക്കുന്നത് 2 ഉരുളക്കിഴങ്ങ്, 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, മല്ലിയില, 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാവേ. ഞാനിവിടെ കുക്കറാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളും കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 5 മുതൽ 6 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുത്ത കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാവേ. നിങ്ങളുടെ വീട്ടിലുള്ള ഫോർക്കോ അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷറോ ഏതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. തീരെ പേസ്റ്റ് രൂപത്തിലാവണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാവണം ഇത് മാഷ് ചെയ്തെടുക്കേണ്ടതേ. ബാക്കി പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്. പ്രീ ഹീറ്റ് ചെയ്ത പാനില് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ രുചി ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷണൽ ആട്ടോ. പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് എളുപ്പം കരിഞ്ഞു പോകും കേട്ടോ. തുടർന്ന് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് 1 മിനിറ്റ് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു 2 മിനിറ്റ് ഇത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തുടർന്ന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവ നല്ലോണം നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇവ നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ സവോളയുടെയും ഉരുളക്കിഴങ്ങിന്റെയും ഈ ഒരു മസാലയിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ. നമ്മുടെ മസാലക്കറി എളുപ്പം തിളച്ച് വരും കേട്ടോ. തീരെ ലൂസും അല്ല തീരെ കട്ടിയല്ലാത്തൊരു ടെക്സ്ചർ എത്തുമ്പോഴത്തേക്കും 1 പിടി മല്ലിയില കൂടി അതിൽ വിതറിക്കൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫൈനലി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവൊന്നും ഇല്ലാത്ത മസാലക്കറി ഇവിടെ റെഡി. കറി മാത്രം പോരല്ലോ, ഇത് കഴിക്കാനുള്ള പൂരി കൂടെ നമുക്ക് തയ്യാറാക്കണ്ടേ. 20 മിനിറ്റിന് മുന്നേ നമ്മുടെ പൂരി തയ്യാറാക്കാനായി റെഡിയാക്കി വെച്ചിരുന്ന മാവ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നെല്ലിക്ക വലുപ്പത്തിലുള്ള ഓരോ ഉരുളകളായിട്ട് എടുത്ത് കനം കൂട്ടാണ്ടും കുറയ്ക്കാണ്ടും ഒരു മീഡിയം സൈസിൽ പരത്തിയെടുത്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ്.
ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളെ മസാലയോടൊപ്പം ഇത് സെർവ് ചെയ്യാം കേട്ടോ. എത്ര സിമ്പിൾ ആയിട്ടാ നമ്മൾ പൂരി മസാല തയ്യാറാക്കിയതെന്ന് കണ്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കൂടെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കാം. Thanks for watching. If you are Hariri, just do like, share and subscribe.